ഒരു ബ്രാൻഡ് അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നതിലും ബ്രാൻഡിന്റെ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യുന്നതിലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിന്റെ പ്രാധാന്യം എത്രത്തോളം എന്ന് ഇന്ന് നമുക്കറിയാം. പക്ഷേ പല അഡ്വർടൈസിംഗ് കമ്പനീസിലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീമിന് പകരം ഗ്രോത്ത് ടീം എന്നാണ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സിന് പകരം ഗ്രോത്ത് അസോസിയേറ്റ്സ് എന്നും. വൈ? ഈ അടുത്തിടെ ഇംപ്ലിമെന്റ് ചെയ്ത 2 ബ്രാൻഡ് സ്ട്രാറ്റജീസ് ആയിരുന്നു ട്വിങ്കിൾ ലഡ്ഡു ജിപേ, കിൻഡർ ജോയ് ഹാരി പോട്ടർ. എന്നാൽ ഇത് രണ്ടും ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എന്നല്ല, ഗ്രോത്ത് സ്ട്രാറ്റജീസ് എന്ന് വിളിക്കാം. കാരണം ക്രിയേറ്റീവ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ്, വൈറൽ ക്യാമ്പയിൻസ്, അതുപോലെ റെഫറൽ പ്രോഗ്രാംസ് ഒക്കെ കുറഞ്ഞ ബഡ്ജറ്റിൽ ഇംപ്ലിമെന്റ് ചെയ്ത് പെട്ടെന്ന് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നതിനെ ഗ്രോത്ത് ഹാക്കിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. സോ ദ കീ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് ഗ്രോത്ത് ഹാക്കിംഗ് ഇസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു ലോങ് ടേം പ്രോസസ് ആണെങ്കിൽ ഗ്രോത്ത് ഹാക്കിംഗ് ഈസ് ഓൾ അബൌട്ട് എക്സ്പ്ലോസീവ് ഫാസ്റ്റ് ഗ്രോത്ത്. ട്വിങ്കിൾ ലഡ്ഡു ജിപേ ആൻഡ് കിൻഡർ ജോയ് ഹാരി പോട്ടർ പോലുള്ള സ്ട്രാറ്റജീസ് ഒക്കെ ചുരുങ്ങിയ സമയം കൊണ്ട് മില്യൺസ് ഓഫ് യൂസേഴ്സ് എൻഗേജ്മെന്റ് ആണ് ഉണ്ടാക്കിയെടുത്തത്. സോ ഇത്തരത്തിൽ ടിൻഡർ, ടിക്ടോക്ക്, യൂബർ തുടങ്ങിയ ഒരുപാട് പോപ്പുലർ ബ്രാൻഡ്സും ഗ്രോത്ത് ഹാക്കിംഗ് സ്ട്രാറ്റജീസ് ഫോളോ ചെയ്യാറുണ്ട്. സ്ട്രാറ്റജീസിലും എയിമിലും വ്യത്യാസമുണ്ടെങ്കിലും ഗ്രോത്ത് ഹാക്കിങ്ങിനും ഡിജിറ്റൽ മാർക്കറ്റിംഗിനും സിമിലർ ടൂൾസ് ഉപയോഗിക്കാറുണ്ട്. എന്നാലും മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ ടൂൾസ് ആണ് ഗ്രോത്ത് ടീം കൂടുതലും ഉപയോഗിക്കുന്നത്. ടു ലേൺ മോർ അബൌട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് ഗ്രോത്ത് ഹാക്കിംഗ് ടോപ്പിക്സ്, follow us.